FCRA ചട്ടഭേദഗതി ബിൽ സംശയാസ്പദവും മൗലിക അവകാശങ്ങൾക്കുമേലുള്ള കടന്നുകയറ്റവുമാണെന്ന് ഓർത്തഡോക്സ് സഭ. അക്കൗണ്ട് ഉടമകളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെയും പബ്ലിക്കേഷനുകളുടെയും വിവരങ്ങൾ ആവശ്യപ്പെടുന്നത് ശരിയല്ല. FCRAയിൽ ഒന്നും മറച്ചുവെക്കാനില്ലെന്നും സഭയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാണെന്നും ഓർത്തഡോക്സ് സഭയുടെ പ്രതികരണം. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, എന്താണ് സഭാ നേതൃത്വം വ്യക്തമാക്കുന്നത്? ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഓർത്തഡോക്സ് സഭ അവരുടെ നിലപാട് പറഞ്ഞതാണ്. അന്ന് നമ്മൾ കണ്ടതാണ്, 2 അക്കൗണ്ടുകളടക്കം ഫ്രീസ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു നിയമം പ്രകാരം ഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് കത്തോലിക്ക ബാവ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർ നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയൊരു പശ്ചാത്തലത്തിലാണ് കുറച്ചുകൂടി വ്യക്തതയുള്ള ഒരു എതിർപ്പ് ഓർത്തഡോക്സ് സഭ അറിയിച്ചിരിക്കുന്നത്. അതിലേറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം അവർ ഉന്നയിക്കുന്നത്, അവരുടെ ആശങ്ക എന്ന് പറയുന്നത് FCRA അക്കൗണ്ട് ഉടമകളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളും പബ്ലിക്കേഷനുകളും എല്ലാം അതിൻ്റെ എല്ലാം വിവരങ്ങൾ ആരായുന്നത് സംശയാസ്പദവും മൗലിക അവകാശങ്ങളുമേലുള്ള കടന്നുകയറ്റവുമാണെന്ന് ഓർത്തഡോക്സ് സഭ പറഞ്ഞു വെക്കുന്നു. ബാങ്ക് അക്കൗണ്ടുകളിലൂടെയുള്ള ഈ ക്രയവിക്രയങ്ങൾ അത് കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇക്കാര്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ള ഒരു ആശങ്കയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ അടക്കം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ നീക്കമാണോ എന്നൊരു സംശയവും കൂടി സഭ മുന്നോട്ട് വെക്കുന്നുണ്ട്. ശരി ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്. മലപ്പുറം വളാഞ്ചേരിയിൽ 14ഓളം കുട്ടികളെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ മദ്രസ അധ്യാപകൻ പിടിയിലായി. ഗൂഗിൾക്ക് വേണുഗോപാൽ ചേരുന്നു. ഗൂഗിൾ വിവരങ്ങൾ. 14ഓളം കുട്ടികളെ പീഡിപ്പിച്ച മദ്രസ അധ്യാപകനെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. ബീഹാറിൽ നിന്നാണ് ഈ പ്രതിയെ പിടികൂടിയത്. അയാൾ ഇതുവരെ നാട്ടിലേക്ക് എത്തിച്ചിട്ടില്ല. MK മുഹമ്മദ് എന്നാണ് ഈ പ്രതിയുടെ പേര്. അയാൾ ബീഹാറിൽ നിന്ന് ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇയാൾക്കെതിരെ വേറെയും കേസുകൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇത് സംബന്ധിച്ച് അന്വേഷണവും നടക്കുകയാണ്. ഉന്മേഷ്, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.